പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, ഉപ്പളയിലെ ചില സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ കയ്യേറ്റങ്ങൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ഉപ്പളയിലെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ലീഗ് ഓഫീസ് മസ്ജിദ് റോഡും അതിൻ്റെ തൊട്ടടുത്തുള്ള റോഡുകളൊക്കെ ഞാൻ വ്യാപാരികളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ തുടക്കം കുറിച്ച് ഉപ്പള ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ബസ് പോകൽ പരിപാടി ഇന്നും ഗംഭീരമായി, ഇന്ന് വളരെ മനോഹരമായി പോലീസ് നിശ്ചിത സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ബസ്സുകൾ അകത്തേക്ക് പോകാത്തവരെ കൃത്യമായി കയറ്റുകയും വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് പോകുന്നതിനെതിരെ ശക്തമായ കർശന നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പബ്ലിക്കിന് വാഹനങ്ങൾ ഇരുഭാഗത്തേക്കും പോകണമെങ്കിൽ ഈ വ്യാപാര സ്ഥലങ്ങളിൽ കയ്യേറ്റം നടന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. അവിടെ റോഡുകളിൽ വാഹനങ്ങൾ നിർത്തുന്നത് അതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. എല്ലാ വ്യാപാരികളെയും ആ പരിസരത്തുള്ള വ്യാപാരികളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രവർത്തനം തുടരുന്നതാണ്. എല്ലാ വ്യാപാരികളും എൻ്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളാണ്. എല്ലാവരും ഈ ഒരു ദൗത്യത്തിൽ സഹകരിക്കണം. പലപ്പോഴായി പഞ്ചായത്ത് നിങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ട് പോലും നിങ്ങൾ എടുക്കാത്തതാണ്. പക്ഷെ ഇപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടുക മാത്രമല്ല, ഇതുകൊണ്ട് പ്രയാസം നേരിടുകയാണ്. പല സ്ഥലങ്ങളിലും വ്യാപാരം നടത്തുന്ന സ്ഥലത്ത് പുറത്ത് റോഡ് കയ്യേറി ആ കയ്യേറ്റം നടത്തുന്ന സ്ഥലത്ത് പോലും വാടകകൾ വീങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാടക വീങ്ങുന്നത് തെറ്റാണ്. പൊതുസ്ഥലത്താണ്, എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു വ്യക്തി മാത്രം വാടക വീങ്ങുന്നത് ശരിയല്ല. ഇനി മുതൽ അത് തുടരാൻ പാടില്ല. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിരന്തരമായ ഇടപെടൽ ഉണ്ടായിട്ട് പോലും നിങ്ങൾ അധികാരികളുടെ വാക്ക് കേൾക്കാതിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. എല്ലാവരും സഹകരിക്കുക. വരും നാളുകളിൽ ഘട്ടം ഘട്ടമായി പല സ്ഥലങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരത്, വ്യാപാരി സുഹൃത്തുക്കളത്, അതുപോലെ പ്രിയപ്പെട്ട തൊഴിലാളികളത്, എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.